അങ്കിൾ, ഈ മരം ഞങ്ങളുടേതാ. എല്ലാ വർഷവും ഞങ്ങൾ ഇതിന്റെ മാങ്ങ കഴിക്കാറുണ്ട്. അങ്കിൾ എന്തിനാ ഈ മരത്തിന് ചുറ്റും ഫെൻസ് കെട്ടിയത് പറ? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ ചെറുക്ക? വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്, അല്ലെങ്കിൽ എന്റെ ബട്ടർഫ്ലൈ നിങ്ങളെ പറപ്പിച്ചു കളയും. അങ്ങോട്ട് നോക്ക്, രണ്ടുപേരും തിരിച്ചു വരുന്നുണ്ട്. ഞാൻ അവരെ രണ്ടുപേരെയും കാലുമടക്കി തൊഴിച്ച് ഓടിക്കാവുന്നേ. വീർ, രക്ഷിക്കണേ! വീർ, ഹെൽപ്പ്! ജിണ്ടു, ഹെൽപ്പ്! Thank you, Jindu. Thank you very much. ഞാൻ തോൽവി സമ്മതിക്കില്ല. മാങ്ങ ഞങ്ങൾ എന്തായാലും പറിക്കും. ഞാൻ വിരലിനൊടിച്ച് എല്ലാം വാങ്ങി താഴെ വീഴ്ത്താം. അയാൾ ആ മരം എടുത്തോട്ടെ. അല്ല ജിണ്ടു, ഇത് വെറും മാങ്ങയുടെ കാര്യം മാത്രമല്ല, ഇത് ശരിയും തെറ്റും തമ്മിലുള്ള യുദ്ധമാണ്. ആ അങ്കിൾ ഇപ്പൊ ചെയ്യുന്നതുണ്ടല്ലോ, അത് തെറ്റാണ്. അതുകൊണ്ട് ആ തെറ്റ് ചെയ്യാൻ നമ്മൾ അങ്കിളിനെ അനുവദിക്കില്ല. ഇന്നയാൾ നമ്മളെ തടഞ്ഞു. നാളെ തൊട്ട് ഈ നാട്ടിൽ ഒരു കുട്ടികൾക്ക് മാങ്ങ കൊടുക്കില്ല. മനസ്സിലായി. എന്നാ പിന്നെ നിങ്ങൾ എന്നെ ചെയ്തോ, എന്റെ സഹായം ചോദിക്കല്ലേ. വെരി ഗുഡ് വി. ഇനി നമുക്ക് കുറെ മാങ്ങ കഴിക്കാലോ. വി, സൂക്ഷിച്ച്. ഒന്നും പറ്റില്ലല്ലോ. നമുക്ക് വേറെ വഴി നോക്കാം. വി, മുന്നൂന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ചിറകില്ലേ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പറന്നു ചെല്ലാം. എന്നിട്ട് മാങ്ങ പറിക്കാലോ. അപകടത്തിലാണ്. നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം. അതെന്നെ തിന്നുകളയും. എനിക്ക് പേടിയാവുന്ന നീ എന്റെ കൂടെ വരുമോ? അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കേ, മുതല എന്നെ തിന്നുവേ. മാഗ്നെറ്റിക് നെറ്റ് ഓൺ. കൂട്ടുകാരാ, എന്റെ പേര് ഗോൾഡിനാ. നിന്റെ പേരെന്താ? എന്റെ പേര് വീറെന്ന. ഇതെന്റെ കൂട്ടുകാരാ ഇംലിയും ചുൾബുളും. ദേ വണ്ടി വരുന്നുണ്ട്. എപ്പോഴും നമ്മുടെ പിന്നാലെ ഇങ്ങനെ വന്നോളൂ. ദേ ഇവിടെയും വന്നു. അത് ശരി, അവര് നിങ്ങളുടെ പുറകെ വരുന്നത് തടയണോ? അത് ഞാൻ ചെയ്തോളാം. ബിജിലി, ഈ പിള്ളേര് നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടോ? വേണമെങ്കിൽ ഇവർക്കുള്ള പണി ഞാൻ കൊടുക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇവരെല്ലാം എന്റെ കൂട്ടുകാരാ. വീർ, ഇംലി, ചുൾബുൾ. അത് കണ്ടോ, അവിടെ നിൽക്കുന്ന 3 പേരില്ലേ, അവർക്ക് പോയി നല്ല പണി കൊടുക്ക്. മമ്മി, മമ്മി.
ബോസ്, യു ആർ ജീനിയസ്, സൂപ്പർ ഡൂപ്പർ ജീനിയസ്. പ്രേം സഹായുടെ റോബോട്ടിലെ അതിനെ നമുക്ക് കിട്ടിപ്പോയി. എന്നാ പിന്നെ നമുക്കൊരു പണിയങ്ങ് തുടങ്ങിയാലോ? അല്ല, ഇവിടെ എന്ത് തേങ്ങാ മഴ പെയ്യും? വീർ, എന്നെ രക്ഷിക്ക്. ഇയാളിത് എവിടുന്ന് എന്റെ മുകളിൽ വന്ന് വീണത്? നിക്ക്, ഓടല്ലേ, നിക്ക്, എന്റെ പൊന്ന് ചുൾപുള്ള നിക്ക്. നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്ത് തുടങ്ങുന്ന? നീ ഇന്നേ വരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ലല്ലോ. അറിയില്ല, എനിക്കെന്തോ തലവേദനിക്കുന്ന പോലെ. ടിംബക്ടു ഇവിടെ എന്ത് ചെയ്യുക? വീരിങ്ങനെ ബിഹേവ് ചെയ്യുന്നതിന് കാരണം ഇനി ടിംബക്ടു ആണോ? വേഗം അപ്പൂപ്പനെ വിളിക്കാം. Come on, let's dance with the music. അപ്പൂപ്പ, ദേ അങ്ങോട്ട് നോക്ക്. വീർ ബിഹേവ് ചെയ്യുന്നത് നോക്കിയേ. ഞാൻ അവിടെ വെച്ച് ടിംബക്ടുവെ കണ്ടായിരുന്നു. അവൻ ചിലപ്പോ വീറിന് എന്തെങ്കിലും ചെയ്തതായിരിക്കും. വീറിന്റെ ബ്രെയിൻ ഇപ്പോ അവന്റെ കൺട്രോളിലല്ല മോളെ. നമുക്ക് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം. വീർ, ഇങ്ങോട്ട് വരൂ വീർ. ജിൻടു, നമ്മൾ ഈ ഡയമണ്ടിനെ ആ കള്ളന്റെ കയ്യിൽ നിന്നും എങ്ങനെങ്കിലും രക്ഷിച്ചേ പറ്റൂ. അയാൾക്ക് ഈ ഡയമണ്ട് മോഷ്ടിക്കുവാൻ ഒരിക്കലും കഴിയില്ല. അതെങ്ങനെ? ശരിക്കുള്ള ഡയമണ്ട് എവിടെയാണെന്ന് അയാൾക്ക് മനസ്സിലാക പോലുമില്ല. ദേ കണ്ടോ? ഓ നോ! അയ്യോ, അതെനിക്ക് വേണം. ഞാൻ എടുക്കാം. ഇതെനിക്ക് വേണം. ഞാൻ എടുക്കാം. ഡാടാ, അതെന്റേതാ. അല്ലല്ല, ഇത് എന്റേതാ. ഇങ്ങോട്ടാ, എനിക്ക് വേണം. എന്റേതാണ്. ഇങ്ങോട്ടാ. വിടാനാ പറഞ്ഞത്. അതെന്റെ ഡയമണ്ട്. 1000 എന്റേതാണ്. ജിൻടു, നീ എന്തായി ചെയ്തത്? ശരിക്കുള്ള ഡയമണ്ട് എന്റെ കയ്യിലുണ്ട്. കള്ളൻ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട് കൊണ്ട് പോയിക്കോളും. അപ്പൊ ഞാൻ ശരിക്കുള്ള ഡയമണ്ട് തിരിച്ചു വെക്കും. ജിൻടു, നമ്മൾ ഇങ്ങനത്തെ മാജിക്കുകളൊന്നും കാണിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്ത എന്റെ കൂടെ ഒരു ജിന്നുള്ള കാര്യം ഇവരെല്ലാരും അറിയില്ലേ? മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അല്ല ആക്ക്. ഓക്കെ ബോസ്, അങ്ങ് പറയുന്നത് പോലെ. എക്സിബിഷൻ ടൈം കഴിഞ്ഞു. എല്ലാവരും പുറത്തേക്ക് വരൂ. നാളെ രാവിലെ 10 മണിക്ക് വീണ്ടും എക്സിബിഷനിൽ വന്ന് കാണാം. ഇവിടെ എന്ത് സെക്യൂരിറ്റി സിസ്റ്റമാണ് വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണമല്ലോ. മമ്മി, എന്റെ ബലൂൺ.
ആരും ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. റെഡ് ഡയമണ്ടിന് 4 വശത്തും ഇൻവിസിബിൾ ലേസർ ബീമുണ്ട്. ആർക്കും അതിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. ഇനി ആ നട്ടുവരലാൽ എങ്ങനെയാണ് ഡയമണ്ട് അടിച്ചോണ്ട് പോകുന്നത് നോക്കാം.